ഹലോ ഹലോ എന്തുണ്ട് പിന്നെ ഇന്നിപ്പം ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, വല്ലപ്പോഴും ഇങ്ങനെ നടക്കാൻ പോകാറുള്ളൂ. ഇപ്പം ശരിക്കും നടക്കാൻ പോകുമ്പോൾ നല്ല രസമാണ്. കാര്യം എന്താ വെച്ചാൽ വീടുകളിൽ ഈ ഹാലോവീൻ്റെ ഡെക്കറേഷൻസ് കണ്ടോ, ഇതിങ്ങനെ എന്താ പറയുക, എല്ലാ വീടുകളിലും എല്ലാം എന്നല്ല, മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ ഈ ഹാലോവീൻ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഫോൾ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വെതറൊക്കെ നല്ല അടിപൊളി വെതറാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വൈറ്റ് ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ പേര് മഗ്നോളിയ എന്നാണ്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെമ്പകം പോലെ ഇരിക്കും കേട്ടോ. പക്ഷേ അതിനുള്ള മണമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊരു എവർഗ്രീനാണ്. വിൻ്റർ വരുമ്പോൾ അങ്ങനെ എന്താ പറയുക, യെല്ലോയിഷ് ആവുമൊന്നുമില്ല. ഈ വീട്ടുകാരുണ്ടല്ലോ, ഇവർ എല്ലാ ഹാലോവീനും ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. ഭയങ്കര രസം ഇവരുടെ ഡെക്കറേഷൻസ് കാണാൻ. ഓരോ വർഷം ഇവരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെടി കണ്ടോ, ഇത് കാണുമ്പോൾ എനിക്ക് മഞ്ജു വാര്യരെ ഓർമ്മ വരുന്നത്. ഈപ്പുഴയും കടന്ന് എന്ന സിനിമയിൽ കാക്കക്കറുമ്പൻ എന്നുള്ള പാട്ടിൽ മഞ്ജു വാര്യർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഓർമ്മയില്ലേ? കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്ത് രസമായിരുന്നു. അന്ന് ഇതൊക്കെ ഭയങ്കര ഒരു ക്രേസായിരുന്നു കേട്ടോ. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാലേ ക്രേസാണ്. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഈ വീട്ടിൽ ഇവർ കുറച്ച് സ്കെലിറ്റനും കുറച്ചേറെ സ്കെയറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒക്ടോബർ 31 ആകുമ്പോഴത്തേക്കും അന്ന് വൈകിട്ട് എല്ലാവരും ട്രിക്ക് ഓർ ട്രീറ്റിന് വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റിലേക്ക് അങ്ങ് ഇറങ്ങും. കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിട്ട്. ക്ലോവി ഇത്തവണ കൗഗേൾ ആവുകയാണ്. അപ്പോൾ ഞാൻ അവളുടെ കോസ്റ്റ്യൂം എല്ലാം വാങ്ങിയിട്ടുണ്ട്. പൊപ്പുവിനാണെന്നുണ്ടെങ്കിൽ ഗോസ്റ്റ് ഫേസ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഈ നടപ്പിൽ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കാണുന്ന ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, അവിടെ വരെയാണ്. അത് നല്ല ദൂരമുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. ശരിക്കും കിതച്ച് പോകും അവിടെ വരെ എത്തുമ്പോൾ. കാര്യം ഇവിടുന്ന് അങ്ങോട്ടൊരു ഇറക്കമാണ്. ആ ഇറക്കം എനിക്കിഷ്ടമാണ്. പക്ഷെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള കയറ്റം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, തിരിച്ച് വരുമ്പോഴത്തേക്ക് അച്ഛനെയും അമ്മേനെയും ഫോൺ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അതത്ര ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. എന്നിട്ട് അച്ഛനെയും അമ്മേനെയും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കാര്യം ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറല്ലേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തി. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് ഇനിയിപ്പോൾ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് പുതിയ ഹാലോവീൻ ഡെക്കറേഷനൊക്കെ ഒന്ന് എല്ലാവരുടെയും കാണിച്ചു കൊടുക്കണം. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഒരു അടിപൊളി ചായയും ഗംഭീരായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.